ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനിയും 2-3 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആറ്റുകാലമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നൈവേദ്യമായതും അതുപോലെ തന്നെ ഭക്തർക്ക് തലയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ഇല്ല എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ ഭക്തിയോടുകൂടി അകം നിറഞ്ഞ ആറ്റുകാലമ്മയെ വിളിച്ചിട്ട് സന്തോഷപൂർവ്വം ഭക്തിയോടെ നേർന്നു വയ്ക്കുന്ന ഒരു നൈവേദ്യമാണ് മണ്ടപ്പുറ്റെന്ന് പറയുന്നത്. പക്ഷെ പലർക്കും ഇത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് മണ്ടപ്പുറ്റുണ്ടാക്കുന്ന ശരിയായ രീതി എങ്ങനെയാണെന്ന്. ആ പൊങ്കാല അടുപ്പുകളിൽ ചൂടോടുകൂടി ആ മണ്ടപ്പുറ്റ് ഇറക്കി വെക്കുമ്പോഴത്തേക്ക് ആ മണ്ടപ്പുറ്റിൽ നിന്ന് ഉണ്ടാകുന്നത് സത്യത്തിലുള്ള മണം ഭക്തിയുടെ മണം മാത്രമാണ്. അത്രയ്ക്ക് പവിത്രതയുള്ളൊരു പ്രസാദമാണ് മണ്ടപ്പുറ്റെന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ചെറുപയറൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഈ ചെറുപയറിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ 1/4 ഭാഗം ചെറുപയർ പൊടിയാണ് മണ്ടപ്പുറ്റിന് ചേർക്കേണ്ടത്. ഒരു കപ്പ് അരിപ്പൊടിയാണെങ്കിൽ ഒരു 1/4 കപ്പ് ചെറുപയർ പൊടി ചേർക്കണം. ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു 6 മിനിറ്റൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇതുപോലെ കളർ മാറി വന്നിട്ടുണ്ട്. അത് നമുക്ക് തണുക്കുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അതിന് 1 കപ്പ് ശർക്കര എടുത്തു, 1 കപ്പ് തേങ്ങ എടുത്തു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ശർക്കരയുടെ അളവൊക്കെ എത്ര മധുരം വേണോ അത്ര എടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ചെറുപയർ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചെറുപയർ പൊടി ഇട്ട് കൊടുത്തിട്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്കൊരു അല്പം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണം. ഏലക്കാപ്പൊടിയും പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ചുക്ക് പൊടിയാണ് കേട്ടോ. ചുക്കിൻ്റെ പൊടി ഒരല്പം ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ അളവുകളെല്ലാം ആറ്റുകാലമ്മയ്ക്ക് ഒന്നും ബാധകമല്ല. ഇത്രയും അളവുകളിൽ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയാലേ ഞാൻ സ്വീകരിക്കുമെന്ന് ഒരിക്കലും അമ്മ പറയില്ല. നമ്മുടെ മനസ്സാണ് പ്രധാനം. നമ്മൾ ആത്മാർത്ഥമായി ശുദ്ധതയുള്ള മനസ്സോടെ കൊടുക്കുന്ന പ്രസാദമാണ് ആറ്റുകാലമ്മയ്ക്ക് സ്വീകാര്യം. ഇത് അളവുകൾ നമ്മൾ ചുമ്മാതെ നമ്മുടെ തൃപ്തിക്കായിട്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ കുഴയ്ക്കുമ്പോഴത്തേക്ക് അല്പം ഡ്രൈ ആണെന്ന് കാണുകയാണെങ്കിൽ അല്പം വെള്ളം തളിച്ച് കുഴച്ചെടുക്കുക. ഇപ്പം നന്നായിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ കുഴയ്ക്കുന്നത് പോലെ അതുപോലെ കട്ടിക്ക് ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഉരുട്ടിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ തലയ്ക്ക് സംബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്കായിരിക്കുമല്ലോ നമ്മൾ നേർന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് തലയുടെ ഒരു ഷേപ്പിൽ വേണം നമ്മൾ ഉരുട്ടി വേവിച്ചെടുക്കാൻ. അതായത് ഇതുപോലെ ഉരുട്ടിയിട്ട് ഒരു കമ്പ് വെച്ച് 2 കണ്ണ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. മൂക്കിൻ്റെ ഒരു ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് പിടിച്ചു വെച്ചിട്ട് അതിന് താഴെയായിട്ട് ആ കമ്പ് വെച്ച് ഒന്ന് വരച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഒരു തലയുടെ ഷേപ്പായില്ലേ. ഇതുപോലെയാണ് മണ്ടപ്പുറ്റ് നമ്മൾ ഷേപ്പ് ചെയ്യേണ്ടത്. പിന്നെ ചിലർ എല്ലാം കൂടെ ചേർത്ത് വലിയ ഒരു തലയുടെ രൂപത്തിലും ആക്കിയെടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും തലയുടെ രൂപത്തിൽ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഒരു സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റി എടുക്കുക. നമുക്കിപ്പോൾ പൊങ്കാലയിടാൻ പോകുമ്പോഴത്തേക്ക് സ്റ്റീമറൊന്നും അല്ല, നമ്മുടെ ഇഡലി കുട്ടുവത്തിൽ വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ മണ്ടപ്പുറ്റ് റെഡിയാക്കുന്ന വിധം. ഇനി ഒരു കുറച്ച് നേരം ആവി കയറ്റി എടുക്കുമ്പോഴത്തേക്ക് മണ്ടപ്പുട്ട് റെഡിയായി. ഇപ്രാവശ്യം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നിങ്ങൾ മണ്ടപ്പുട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അവസാനിക്കുന്ന നിമിഷം വരെ ഓരോ നിമിഷവും ആറ്റുകാലമ്മയെ മനസ്സിൽ ഹൃദയപൂർവ്വം ധ്യാനിച്ചുകൊണ്ട് മനഃശുദ്ധതയോടുകൂടി ഭക്തി നിർഭരതയോടുകൂടി മണ്ടപ്പുട്ട് പ്രസാദം ഉണ്ടാക്കി ആറ്റുകാലമ്മയുടെ കാൽപാദങ്ങളിൽ സമർപ്പിച്ച് സായുജ്യമടയുക. അതിന് എൻ്റെ ഈ വീഡിയോ അല്പമെങ്കിലും സഹായിച്ചെങ്കിൽ ഞാൻ വളരെ കൃതാർത്ഥയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മണ്ടപ്പുട്ട് ഉണ്ടാക്കിയോ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ. ബൈ.